തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ LDF-നും UDF-നും പ്രിയം പൊതു സ്വതന്ത്രരാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ കാഴ്ച. ഇവിടെ കോൺഗ്രസും CPIM-ഉം സഖ്യമെന്ന ആക്ഷേപവുമായി 2020 രംഗത്തുണ്ട്. പരസ്പര ധാരണയുടെ ഭാഗമായാണ് ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് 2020 ചീഫ് കോർഡിനേറ്ററും വ്യവസായിയുമായ സാബു M. ജേക്കബ് ആരോപിച്ചു. അതേസമയം 2020-ക്കെതിരെ സഖ്യമെന്ന ആരോപണം കോൺഗ്രസും CPIM-ഉം തള്ളി. കാണാം അധികാരം മുഖ്യം ബിഗിലെ. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച കിഴക്കമ്പലത്ത് 2020-യെ വീഴ്ത്തി ഭരണം തിരിച്ചുപിടിക്കാൻ CPIM കോൺഗ്രസിനെ സഹായിക്കുന്നുവെന്നാണ് ആരോപണം. 21 വാർഡുകളുള്ള കിഴക്കമ്പലത്ത് 14 വാർഡുകളിൽ UDF സ്വതന്ത്രരെ LDF-ഉം 7 LDF-നെ UDF-ഉം പിന്തുണയ്ക്കുന്നുവെന്ന് 2020 നേതാക്കൾ പറയുന്നു. ഈ ധാരണ നിലനിൽക്കുന്നതിനാലാണ് CPIM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്തതെന്നും ആക്ഷേപമുണ്ട്. രഹസ്യധാരണയ്ക്കു പിന്നിൽ PV ശ്രീനിജൻ MLA ആണെന്ന് സാബു M. ജേക്കബ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടിയിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഡീല് എന്ന് പറയുന്നത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ CPM-കാരായിട്ടുള്ള ആളുകൾ, അതായത് LDF-ന്റെ മുഴുവൻ വോട്ടുകളും ഇത്തവണ കോൺഗ്രസിന് കൊടുക്കണം. അതിന് പ്രത്യുപകാരമായിട്ട് ഇനി ഒരു 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ശ്രീനിജൻ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ അന്ന് CPM-ന് വോട്ട് ചെയ്ത് ഒരു CPM-കാർക്ക് ഒരു MLA കൊടുക്കണം. അതാണ് ഡീല്. അപ്പോൾ ഇതിൻ്റെ സൂത്രധാരകൻ നമ്മുടെ ഇപ്പോഴത്തെ MLA ശ്രീനിജനാണ്. 2020 പാർട്ടിയുടെ ചിഹ്നമായ മാങ്ങയ്ക്ക് സമാനമായ ശംഖ് ചിഹ്നത്തിലാണ് പൊതു സ്വതന്ത്രന്മാർ മത്സരിക്കുന്നത്. അതേസമയം 2020-യുടെ ആരോപണം തള്ളി LDF-ഉം UDF-ഉം രംഗത്തെത്തി. തോൽവി ഭയന്നുള്ള 2020-യുടെ ആരോപണം മാത്രമാണെന്ന് ഇരു കൂട്ടരുടെയും നിലപാട്. അത് 2020-യുടെ പ്രസ്താവന അയാളുടെ സാധാരണ പതിവ് പല്ലവിയാണ്. കിഴക്കമ്പലത്ത് ഇപ്പോൾ 2020 2 ടേമായി ഭരിക്കണം. ഈ 10 വർഷത്തിനിടയ്ക്ക് അവർ ആ കിഴക്കമ്പലത്തെ ഒരു 50 വർഷം പുറകിലേക്ക് നടത്തി കഴിഞ്ഞു. ജനമനസ്സിലെ ആഗ്രഹങ്ങളനുസരിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ് എന്നുള്ള സാഹചര്യത്തിൽ സ്വതന്ത്രരായി നിൽക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് കൂടി ലഭിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിക്കാറുള്ള ഒരു തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട കാര്യം. BJP 4 വാർഡുകളിൽ മാത്രമാണ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. 21 വാർഡുകളിൽ ചൂരക്കാട് വാർഡിൽ മാത്രമാണ് 3 മുന്നണികളും 2020-യും നേർക്കുനേർ മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2020-യെ തകർക്കാൻ CPIM-ഉം കോൺഗ്രസും രഹസ്യധാരണയുണ്ടാക്കിയെന്നുള്ള ആരോപണമാണ് പുറത്തുവരുന്നത്. 2020 ഉന്നയിക്കുന്ന ആരോപണം ഇരു പാർട്ടികളും തള്ളുമ്പോഴും പഞ്ചായത്തിൽ ഈ വിഷയം പ്രധാന പ്രചരണായുധമാക്കി മാറ്റുകയാണ് 2020. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.